എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദേവിളി പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ഛൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും പ്രാരംഭഭാഗമാണ് ഈ പ്രോഗ്രാമിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രമിച്ചത്. ഇന്ന് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മവീതികളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ഛനെ ശാലോം പ്രേക്ഷകരുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രദേശത്തെ പ്രശ്നങ്ങൾ എപ്പോഴും ഒരു പരിധിവരെ ആശ്രയിച്ച് നിൽക്കുന്നത് ആ പ്രദേശത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാർഷിക പ്രശ്നങ്ങളായാലും മറ്റെന്ത് അനുബന്ധ പ്രശ്നങ്ങളായാലും ഒക്കെ അവിടെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥർ ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് അവരുടെ ഹൃദയമിടിപ്പിൻ്റെ ഭാഗമാകാനും സാധിക്കുന്നില്ലെങ്കിൽ അവരെന്നും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നവരാവും. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവർക്ക് ഈ നാടിൻ്റെ പൾസ് അറിയില്ല, ഈ നാടിൻ്റെ സ്പന്ദനം അറിയില്ല. അതുകൊണ്ട് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അത് വനമേഖലകളിലുണ്ടാകുന്ന അല്ലെ വനാതിർത്തിയിലുണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങളായാലും അതുപോലെ തന്നെ പാവപ്പെട്ട കുടിയേറ്റ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളായാലും ഒക്കെ. അപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് സാധാരണക്കാരൻ്റെ നൊമ്പരമറിയുന്ന വിദ്യാർത്ഥികളിലെ ഉദ്യോഗസ്ഥരുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ ഈ നാട്ടിൽ തന്നെയുള്ളവരെ പരിശീലിപ്പിച്ച് ഉദ്യോഗസ്ഥ വൃത്തിയിലേക്ക് കടത്തിവിടാനായിട്ട് സ്റ്റാർട്ട് പോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചത്. അത് താമരശ്ശേരി രൂപതയുടെ ഒരു സ്വപ്നമായിട്ട് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അത് അതിൻ്റെ പിതാക്കന്മാരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ നേതൃത്വം അച്ഛൻ്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണല്ലോ അച്ഛനെ അത് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിശാലാടിസ്ഥാനത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു സെക്കുലർ സൊസൈറ്റിയിൽ എന്തുമാത്രം അതിന് നമുക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒന്ന് ചുരുക്കി അച്ഛനെ വിശദീകരിച്ച് തരാൻ പറ്റും. ചാക്കോ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മളിവിടെ കിടന്ന് എന്തെല്ലാം ഗുരുട് മറിഞ്ഞാലും നാട്ടിലെ പരിവർത്തനം വരണമെങ്കിൽ ഒന്ന് ഭരണകൂടം, രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ആയിരിക്കേണ്ടത്, മൂന്നാമത്തത് ഈ സർക്കാർ ജീവനക്കാർ, അവരും കൂടെ മനസ്സ് വെച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ജോലി വെറും ജോലിയായിട്ട് മാത്രം കാണാതെ ജനപക്ഷം ചേർന്ന് ജനങ്ങളുടെ ആകൃതിയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മനസ്സിലാക്കി എൻ്റെ സഹോദരൻ സഹോദരി എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കാനുള്ള മനോഭാവം ഈ ഉദ്യോഗസ്ഥരിൽ വേണം. ഉദ്യോഗസ്ഥരെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നത് നല്ല ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത്. എല്ലാവരും പറയുകയല്ല. ഒന്നത് പിന്നെ ഈ മണ്ണിൻ്റെ മണമുള്ള ആൾക്കാരും കുറേ ഉദ്യോഗങ്ങളിലും ഉയർന്ന മേഖലകളിലും ഭരണകർത്താക്കളുടെ കൂട്ടത്തിലും വരണം. ഇന്ന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുകയും നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള ചാൻസ് പോലും കർഷകർക്കാണ് കിട്ടാവുന്നത്. സിറ്റിയിൽ ധാരാളമുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഞാനത്. ഒന്ന്, കർഷകരുടെ മക്കൾക്ക് ഇനി ഉദ്യോഗത്തിൽ വരാൻ പറ്റണം, അധികാരത്തിലും വരാൻ പറ്റണം. കർഷക മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. സിറ്റിക്കാർക്ക് മാത്രം കിട്ടിയാൽ പോരാ. ഈ രണ്ടുമൂന്ന് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കർഷകരുടെ മക്കൾ അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള നാട്ടുമ്പുറങ്ങളിൽ നിന്നുള്ള അവരുടെ മക്കൾക്ക് കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസത്തോടെ നല്ല വിദ്യാഭ്യാസം കിട്ടി ഉയർന്ന മേഖലയിൽ എത്താൻ അവരെ സഹായിക്കുക എന്ന ചിന്തയോടുകൂടി ഇതുപോലൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. അവർ +2 കഴിഞ്ഞ കുട്ടികൾ ഒരു കൊല്ലം ഇവിടെ താമസിക്കുന്നു. അവർക്ക് അടിസ്ഥാന പരിശീലനം കൊടുക്കുന്നു. ഇംഗ്ലീഷും മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു പഠിപ്പിച്ചു വിട്ടതുകൊണ്ട് ഇവരും ആ വിധത്തിൽ നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ വരണമെന്ന് അർത്ഥമില്ല. ഒരു ആദർശനിഷ്ഠ, മൂല്യബോധം, നേതൃത്വ പാഠവും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിശീലനമാണ് കൊടുക്കുന്നത്. അതിവിടെ മാത്രമല്ല, സ്കൂളുകളെ ആസ്പദമാക്കിയും കൊടുക്കുന്നുണ്ട്. പല സ്കൂളുകളിലെ കുട്ടികളെ അവധിക്കാല ക്യാമ്പുകൾ കൊടുത്ത് ഒരു പുതിയ ലോകം, പുതിയ കാഴ്ചപ്പാട്, പുതിയ സമീപനം, നമ്മുടെ ഒരു ജാതി മതവും നോക്കാതെ നമ്മുടെ ജനം എന്നുള്ള ചിന്തയോടുകൂടി ജനത്തിന് സേവനം ചെയ്യാൻ സന്നദ്ധമുള്ള അർപ്പണബോധമുള്ള സ്വാർത്ഥതയില്ലാത്ത സേവന മനസ്ഥിതിയുള്ള നേതാക്കന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലൊരു പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായ ഒരു നീക്കം തന്നെയാണ്. അത് എല്ലാ ഭാഗത്തു നിന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ആൻ്റണി അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ്റെ ചിരകാല അഭിലാഷത്തിൻ്റെ സാക്ഷാത്കാരമായ സ്റ്റാർട്ടിനെ ബന്ധപ്പെടുത്തി പറയാനാണ് ഞാനേറെ ഇഷ്ടപ്പെടുന്നത്. അതായത് വിശുദ്ധ തോമസ് ലീഹായുടെ മധ്യസ്ഥത്താൽ സ്ഥാപിതമായ സെൻറ്റ് തോമസ് അക്കാഡമി ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ജീവിതത്തിൽ.
കർഷകരും സാധാരണക്കാരും പാവങ്ങളുമായ നമ്മുടെ കുട്ടികൾക്ക് രാജ്യത്ത് ഇന്ന് സംലഭ്യമായ ഉന്നത വിദ്യാഭ്യാസ മേഖല നഷ്ടമാകരുത്. ഉന്നത പദവികളോടുകൂടി തന്നെ അവർ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വളരെ മാതൃകാപരമായ സേവനമനുഷ്ഠിക്കണം എന്നുള്ള അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ സാക്ഷാത്കാരമാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അച്ഛൻ്റെ വിദേശത്തെ ഉപരിപഠനത്തിന് ശേഷം തിരിച്ചെത്തിയതിന് ശേഷം രൂപതയുടെ മതബോധന കേന്ദ്രമായ PMOCയിൽ ഡയറക്ടറായി ജോലി ചെയ്യുന്ന അവസരത്തിൽ തന്നെ 1992 അന്നത്തെ അഭിമന്യ പിതാവായ മങ്കുഴിക്കര പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഈ സ്റ്റാർട്ടിന് വേണ്ടുന്ന സ്ഥലം അച്ഛൻ കണ്ടെത്തി. ഇവിടെയുള്ള കോഴ്സ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് സമഗ്രമായ ഒരു പരിശീലന പദ്ധതിയാണ്. സ്വഭാവ വൈശിഷ്ട്യവും സാമൂഹിക പ്രതിബദ്ധതയും ഉയർന്ന ധാർമ്മിക ബോധവും വിശ്വാസ തീഷ്ണതയും സമുദായ സ്നേഹവും സാമൂഹിക നന്മയിൽ അധിഷ്ഠിതമായ ഒരു താല്പര്യവും ഉള്ള ഒരു പുതിയ തലമുറ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കണം എന്നുള്ളത് അച്ഛൻ്റെ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടാണ്. അതായത് നേതൃത്വ പൊതുപ്രവർത്തന മേഖലയിലും സിവിൽ സർവീസ് രംഗത്തും നീതിന്യായ നിയമ നിർവഹണ മേഖലയിലും മാധ്യമ രംഗത്തും ഒപ്പം തന്നെ സാമൂഹികവും സാംസ്കാരികവും സാഹിത്യപരമായ മേഖലകളിലും ഈ ഒരു തലമുറയുടെ സാന്നിധ്യം ഉണ്ടാവണം. അതിന് ചിട്ടയായ ഒരു പരിശീലന പദ്ധതി ആവശ്യമാണ്. വളരെ കൃത്യതയോടെയും സമയനിഷ്ഠതയോടും കൂടി ഒപ്പം തന്നെ പ്രാർത്ഥനാരൂപിയിൽ നയിക്കപ്പെടുന്ന നടത്തപ്പെടുന്ന ഈ കോഴ്സ് 12 ബാച്ചിലെത്തി നിൽക്കുമ്പോൾ ഒത്തിരിയേറെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇതതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏത് ഉന്നത സ്ഥാപനങ്ങളിൽ ചെന്നാലും മിടുക്കരായ സ്റ്റാർട്ടിലെ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. ഈ സ്റ്റാർട്ടിനെ കുറിച്ച് അറിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ എൻ്റെ മോള് പഠിച്ചിരുന്നു. സ്റ്റാർട്ടിൽ വന്നതിന് ശേഷം അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നല്ല കുട്ടിയായിട്ടിരിക്കാൻ, എങ്ങനെ ഒരു കുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വളരണമെന്നുള്ള ഒരു നല്ലൊരു കോച്ചിങ് ആയിരുന്നു ഇവിടെ നിന്നും ലഭിച്ചത്. ഇപ്പോൾ അവൾ ലക്നൌവിലെ IFLU യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് എന്ന വിഷയത്തിൽ പഠിക്കുന്നു. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളെ വളർത്തുന്നത് പഠന നിലവാരത്തിൽ മാത്രമല്ല, മാനസികമായിട്ട് അവർ ഏത് ലെവലിൽ എങ്ങനെ നിൽക്കണമെന്ന് അവർ പഠിപ്പിക്കുന്നു, ആത്മീയമായിട്ട് അവരെങ്ങനെ വളരണമെന്ന് അവർ പഠിപ്പിക്കുന്നു, ചിട്ടയോടെയുള്ള ജീവിത ശൈലി എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. ഒപ്പം ഹാൻഡ് റൈറ്റിംഗ്, സംസാര രീതികൾ, ഗുഡ് മാനേഴ്സ്, ടേബിൾ മാനേഴ്സ്, അങ്ങനെ ജീവിതത്തിൽ ഒരു കുട്ടി എവിടെ ചെന്നാലും തോറ്റുപോകാത്ത രീതിയിലുള്ള നല്ലൊരു ജീവിത ശൈലിയാണ് ഇവിടെ പഠിപ്പിച്ചു വിടുന്നത്. ഈ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ പഠിപ്പിച്ച് നമ്മൾ മുന്നേറുമ്പോൾ അച്ഛൻ പറഞ്ഞു ആദർശനിഷ്ഠയുള്ള ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക. പബ്ലിക് സർവൻസ് എന്നാണ് സർക്കാർ ജീവനക്കാർ അറിയപ്പെടുക. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അവർ കാണുന്നത് പബ്ലിക്കിനെ സർവൻ്റായിട്ടാണ്. അവർ പബ്ലിക്കിൻ്റെ സർവൻ്റാണെന്നാണ് അർത്ഥമാകുന്നതെങ്കിലും പബ്ലിക് അവരുടെ സർവൻ്റാണെന്നല്ല കാണുന്നത്. ആ ഒരു കൾച്ചറിനെ മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമം മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസവും പരിശീലനവും കൊടുത്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളിലേക്ക് സാധാരണക്കാരൻ്റെ മക്കളെ എത്തിക്കാനുള്ള ശ്രമം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, മാതൃകാപരവുമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ അനേകം രൂപകൾ അങ്ങനെ ഇല്ല, 1-2 ഇവിടെയുള്ളൂ. അതും മാതൃകാപരമായിട്ട് അത് വളർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയുമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നീക്കങ്ങളാണ് ഈ സ്റ്റാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഡയസിസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഇതിന് ഒരു പ്രത്യേക പബ്ലിസിറ്റി കൊടുക്കാതെ ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെ ആവശ്യത്തിന് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അവരിലൂടെ അറിഞ്ഞിട്ടാണ് മറ്റു കുട്ടികളും മറ്റ് പ്രദേശങ്ങളിൽ ഈ പരിശീലനത്തിന് വേണ്ടി വരുന്നത്. ഇതിപ്പം ഈ മലബാർ മേഖലയിൽ നിന്ന് മാത്രമല്ല മറ്റു മേഖലയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിങ്ങനൊരു വിദ്യാഭ്യാസം ആവശ്യമാണെന്നുള്ളത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ.
പിന്നെ ഒറ്റയടിക്ക് നമുക്ക് ഒരു വലിയ രാജ്യത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് നമ്മൾ ഈ വിധത്തിൽ വളർത്തി വരുന്ന ഒരു 10 നേതാക്കന്മാരും 10 ഉദ്യോഗസ്ഥന്മാരും വരെ, ഇപ്പോൾ അമൂൽ കുര്യൻ്റെ, വർഗീസ് കുര്യൻ്റെ കാര്യം ഓർക്കുക. അതുപോലെ എത്രയോ പേര് ചില സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെ പറ്റി നിസ്വാർത്ഥമായിട്ട് ചില മേഖലകളിൽ പ്രവർത്തിച്ചവരെ കളക്ടർമാർ ഈ ദിവസങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിയുന്നതുപോലെ പ്രവർത്തിച്ച് തുടങ്ങുക, അതിൻ്റെ ഗുണം മനസ്സിലാക്കുമ്പോൾ പിന്നെ ആൾക്കാർ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊരു വാതിൽ തുറന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത്രേ ഉള്ളൂ. അതിൽ നിന്ന് പിന്നെ വീണ്ടും സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോകാൻ അവർക്കൊരു അവസരം കൊടുക്കുന്നു. തീർച്ചയായും അവർ മുമ്പോട്ട് ഫർദറായിട്ട് കുതിക്കേണ്ടതുണ്ട്. സ്റ്റാർട്ട് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ സ്റ്റാർട്ടായിരുന്നു. കാരണം എൻ്റെ ഉള്ളിലെ ലക്ഷ്യബോധം വളർത്തുവാനും അവ കണ്ടെത്തിക്കൊണ്ട് അതിനെ വളർത്തുവാൻ വേണ്ട കഠിനാധ്വാനം ചെയ്യുവാനും പ്രേരിപ്പിക്കുന്നവയായിരുന്നു സ്റ്റാർട്ടിലെ ക്ലാസ്സുകൾ. സ്കൂളിലെ ക്ലാസ്സുകൾക്കപ്പുറം സംതിങ് എക്സ്ട്രാ, അതായിരുന്നു സ്റ്റാർട്ടിലെ ക്ലാസ്സുകൾ. ഞങ്ങളുടെ ഉള്ളിലെ സർഗാത്മകത, സാഹിത്യവാസന, അച്ചടക്കം, വ്യക്തിത്വ വികസനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളർത്തുവാൻ സ്റ്റാർട്ടിലെ ക്യാമ്പിലൂടെ എനിക്ക് സാധിച്ചു. ജോഗ്രഫി, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിലൂടെ ലഭിച്ചത്. ഇത് ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടായിരുന്നു. ഏകദേശം 3 വർഷമായി ഞാൻ സ്റ്റാർട്ടിലെ മിനി മാസ്റ്റർ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുവാൻ തുടങ്ങിയിട്ട്. ഈ കാലയളവിനുള്ളിൽ നല്ല ഭാവിക്കായി എനിക്ക് ലഭിച്ച പ്രചോദനങ്ങൾ എണ്ണിയാൽ തീരാത്തവയാണ്. ഓരോ ക്യാമ്പ് കഴിഞ്ഞു വരുമ്പോഴും ഞങ്ങൾക്ക് തരുന്ന ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുന്നതിലൂടെ അറിവിൻ്റെ ലോകം വർദ്ധിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. ഓരോ ദിവസത്തെയും പത്രത്തിലെ വാർത്തകൾ എഴുതി സൂക്ഷിക്കുകയും പത്രത്തിൽ വരുന്ന ലേഖനങ്ങളും എഡിറ്റോറിയലുകളിലും വെട്ടി സൂക്ഷിക്കുക വഴി എപ്പോൾ വേണമെങ്കിലും ഒരു വിഷയം സംസാരിക്കുവാനുള്ള ഒരു ഉൾക്കരുത്ത്, ആർജവം എനിക്ക് ലഭിക്കുകയുണ്ടായി. ശരിക്കും സ്റ്റാർട്ടിലെ ക്ലാസ്സുകൾ വളരെ മനോഹരമാണ്. ജീവിതത്തിൽ നല്ല ലക്ഷ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്നവ തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പുകൾ. സ്റ്റാർട്ടിലെ ഈ ഒരു വർഷ കോഴ്സിൻ്റെ പകുതിയിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അതിസന്തുഷ്ടരാണ്. കാരണം മറ്റൊരിടത്തു നിന്ന് ലഭിക്കാത്ത ചില മൂല്യങ്ങൾ, അതായത് കോർപ്പറേഷൻ, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ ഞങ്ങൾ നിക്ഷേപിക്കാൻ സ്റ്റാർട്ടിൻ്റെ ഈ കോഴ്സിന് കഴിഞ്ഞു. ഇവിടുത്തെ പഠന രീതിയെ പറ്റി പറയുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമാണല്ല. കാരണം ഞങ്ങളുടെ തുണികൾ ഞങ്ങൾ തന്നെ അലക്കുന്നു, മുറികൾ ഞങ്ങൾ തന്നെ വൃത്തിയാക്കുന്നു, എല്ലാ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്യുന്നത്. കേവലം ഒരു പുസ്തകത്തിൽ മാത്രം ഊന്നിയൊരു പഠനത്തിന് പുറമെ ഒരു ന്യൂസ് പേപ്പർ വായിക്കുകയും അതിൽ നിന്ന് നോട്ട് കുറിക്കുകയും ഒരു ടോപ്പിക് കിട്ടിയാൽ അതിനെപ്പറ്റി കൂടുതൽ പുസ്തകങ്ങളെടുത്ത് വായിച്ചും ചർച്ച ചെയ്തും സംവാദങ്ങൾ നടത്തിയും എല്ലാം ഞങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയമായി പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ കുർബാനയും വൈകുന്നേരം കൊന്തയുമെല്ലാമായി ഞങ്ങൾ ആത്മീയമായി ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് സ്റ്റാർട്ടിലൂടെ. സ്റ്റാർട്ടിൽ നിന്ന് ലഭിച്ച് ഞങ്ങളുടെ ഈ ആത്മവിശ്വാസം ഞങ്ങളുടെ സ്വപ്നങ്ങളെ എന്തായാലും നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളും അഭിരുചിയും കണ്ടെത്തി അതിനനുസൃതമായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനും മികച്ച സ്ഥാപനത്തിൽ പ്രവേശനം നേടുന്നതിനും വിദ്യാർത്ഥികളെ സ്റ്റാർട്ട് സഹായിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിലെ ഈ ഒരു വർഷം ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമായി കണക്കാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നൊരു കാര്യം വേറൊരു കോച്ചിങ് സെൻറ്ററും ഇതുവരെ നമുക്ക് നൽകിയിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടുകൾക്ക് വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ഒരു +2 പഠനത്തിന് ശേഷം നമ്മൾ എടുക്കുന്ന എഞ്ചിനീയറിംഗ്, മെഡിസിൻ, നഴ്സിംഗ് മുതലായ ആ കോഴ്സുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ ഉന്നത പദവിയിൽ എത്തുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ വീട് പോലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ലഭിക്കുക. കുട്ടികളെല്ലാം സ്വാർത്ഥത മറന്ന് സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന ഒരിടം. ഇവിടെ എന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധ ബലിയും ജപമാല പ്രാർത്ഥനകളും കുമ്പസാരവും ആരാധനയുമെല്ലാം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. വിശുദ്ധ ബലി മധ്യേ അന്ന് വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിന് ഞങ്ങൾ നൽകുന്ന വിശദീകരണവുമെല്ലാം ഞങ്ങളെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഓരോ മാർഗങ്ങളായി മാറുകയാണ്. കഴിഞ്ഞ 11 വർഷങ്ങളായി ഇവിടെ പഠിച്ച് ഇന്ത്യയുടെ പല ഭാഗത്തായി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ ചേട്ടായിമാരും ചേച്ചിമാരുമെല്ലാം ഈ സമൂഹത്തിന് നമുക്ക് ഇന്ന് വലിയൊരു മാതൃകയെത്തിയിരിക്കുകയാണ്.
ഇതുപോലെ തന്നെ നാളെയുടെ ഭാവികളായ ഞങ്ങളെല്ലാവരും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഒരു വലിയ മാതൃകയായി തീരുവാനായി ഞങ്ങളെ ഒരുക്കുകയാണിവിടെ. പഠനത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുട്ടികളെ സമൃദ്ധരാക്കുവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സേവനം 100% വിജയത്തോടെ അവർ ചെയ്യുന്നു. ഇതുമൂലം നാളെ ഭാവിയുടെ നക്ഷത്രങ്ങളായി ഓരോ കുട്ടികളെയും വാർത്തെടുക്കുകയാണ് സ്റ്റാർട്ട്. ഈ ഒരു വർഷക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മഹത്തായ തീരുമാനമായിരുന്നു. സ്റ്റാർട്ട് മറ്റു കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ അഭിരുചികൾ കണ്ടെത്തി നമുക്കൊരു അനുയോജ്യമായൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഏതൊരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് ദിശയിലോട്ട് നമ്മൾ തിരിയണമെന്ന്. എന്നാൽ സ്റ്റാർട്ട് വന്നതോടെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നമുക്ക് അനുയോജ്യമായൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ പ്രധാനമായി എഴുതുന്ന എക്സാം IIT, ക്വിസ്, ക്ലാറ്റ്, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള എക്സാമുകൾ പരിശീലിപ്പിക്കുന്നതോടെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയും PGയും കഴിഞ്ഞ് നമുക്കൊരു സിവിൽ സർവീസ് പോലുള്ള മേഖലയിലേക്കും എങ്ങനെ നമ്മൾ ഒരു പരീക്ഷയും നേരിടണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ. ഒരു ജോലി എന്നതിൽ കവിഞ്ഞ് ഒരു ഉന്നതമായ പദവിയിലെത്തി നമ്മുടെ സമൂഹത്തിൽ സേവനമനുഷ്ഠിച്ച് നമ്മളൊരു ഉത്തമ മനുഷ്യനാവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലാണെങ്കിലും അതെല്ലാം നമുക്കൊരു വീടിൻ്റെ അന്തരീക്ഷം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഓരോ പരാജയത്തിനെയും നമ്മൾ ജീവിതത്തിൻ്റെ ചവിട്ടുപടികളാക്കിയെടുത്ത് എൻ്റെ ലക്ഷ്യം എന്തായാലും എനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കിവിടുന്ന് തരുന്നുണ്ട്. അച്ഛൻ്റെ സമർപ്പിത ജീവിതം അനേകർക്ക് പ്രചോദനകരമായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യുവ വൈദികർക്കൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെ ഒരേ സമയം അജപാലന ശുശ്രൂഷയും സാമൂഹ്യ ശുശ്രൂഷയും അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഉള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാമെന്നുള്ളത് അച്ഛനൊരു മാതൃകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ സമർപ്പിത ജീവിതത്തെ തിരഞ്ഞെടുത്തതിൽ അച്ഛൻ എന്തുമാത്രം സംതൃപ്തനാണ് ഈ ഒരു ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അച്ഛൻ അതൃപ്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ കൂടി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് മടിച്ചു നിൽക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും മടിച്ചു നിൽക്കേണ്ട സമയമല്ല, മുമ്പോട്ട് പോകേണ്ട സമയമാണെന്ന് അവരെ ഒന്ന് ഉത്ബോധിപ്പിക്കാൻ തക്ക വിധം അച്ഛൻ്റെ ഒരു വീക്ഷണം ഒന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. അതിനകത്തെ ഈ പൗളോ കൊയ്ലോയുടെ ഒരു ഉത്തരണി സാധാരണ നമ്മളൊക്കെ ഉദ്ധരിക്കാറുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് ഒരു ശുദ്ധമായ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ആ ലക്ഷ്യം നേടാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ അത് 100% എഗ്രി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തി അനുഭവിച്ചത് അത് തന്നെയാണ്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ധാരാളം പേരുണ്ടാവും. എനിക്കൊരു എൻ്റെതായ ഒത്തിരി പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ചെയ്യാൻ പറ്റിയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ശുദ്ധമായ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയും കൂടെ വേണം. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രതിബന്ധവും പ്രശ്നമല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് നമുക്കൊരു കഠിനാധ്വാനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ പിള്ളേരെ, നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടുതൽ പ്രേരിപ്പിക്കുക, പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. നമ്മളൊക്കെ ഇനിയിപ്പോൾ എന്നും ജീവിക്കുന്നില്ലല്ലോ. അപ്പം ഒരു പുതിയ തലമുറ വരണം, ഇതിനേക്കാൾ ആവേശമായിട്ട് ചെയ്യണം, മനുഷ്യരെ സ്നേഹിക്കണം, ശുദ്ധമായ ഹൃദയം ഉണ്ടാകണം, ലക്ഷ്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ കൃപ എല്ലാറ്റിനും ഉപരിയായിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പം അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഒരു വൈദിക എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സാമൂഹിക സേവന അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇടപെട്ട് ചെയ്തതായിട്ടാണ് അച്ഛൻ്റെ പ്രവർത്തന ബാഹുല്യങ്ങൾ ഇന്ന് മനസ്സിലാകുന്നത്. അത് ഇൻഫാം ആയാലും കർഷക മുന്നേറ്റങ്ങളായാലും ഈ അടുത്ത കാലത്ത് വന്ന പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെയാണെങ്കിലും നെടുനായകത്വം വഹിക്കുന്നതിൽ അച്ഛൻ മുമ്പിലുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മുന്നേറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്തു. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ അച്ഛൻ ചെയ്ത അജപാലന ശുശ്രൂഷകൾക്കും അതുപോലെ സഭാത്മക പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും കർഷക മുന്നേറ്റങ്ങൾക്കുമൊക്കെ സഭ നൽകിയ ഒരംഗീകാരമായിട്ടല്ലേ വാസ്തവത്തിൽ അച്ഛൻ്റെ ഈ പോപ്പ് അച്ഛൻ നൽകിയിരിക്കുന്ന ഈ മോൺസിഞ്ഞോർ പദവി, ചാപ്ലൈൻ ഓഫ് ദ പോപ്പ് എന്നുള്ള നിലയിൽ മോൺസിഞ്ഞോർ പദവിയെ കാണേണ്ടത് അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ കാഴ്ചപ്പാടാണ്. അത് സഭയുടെ ഒരു അംഗീകാരമായി മനസ്സിലാക്കണ്ടേ മറ്റുള്ളവരും സമൂഹവും എന്ന് ഞാൻ
എളിയ ബുദ്ധി ചോദിച്ചു പോവുകയാണ്. ചാക്കോ സാറിൻ്റെ ആ ചോദ്യം നല്ല ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഈ ഇതിനെ കാണേണ്ടത് നമുക്ക് കിട്ടിയ ഒരു സ്ഥാനക്കയറ്റം, ഒരു ബഹുമതി, എന്നാൽ ഇച്ചിരൂടെ തലപൊക്കി നടന്നു കളയാം എന്നുള്ള ആ രീതിയിലല്ല എന്നുള്ളത് സത്യം. നമുക്ക് ആദരവ് കിട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട അംഗീകാരമാണ് നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് എൻ്റെ മിക്കവാറും പ്രവർത്തനത്തിൻ്റെ മിക്കവാറും കാലഘട്ടങ്ങളിൽ എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമുണ്ട്. അതിതാണ്, ഇപ്പം പൊതുരംഗത്ത് എങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചാൽ ഈ ഗാന്ധി ജയന്തിയുടെ അവസരത്തിൽ ഈ ടൗൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യുവാക്കളെയും ഇറക്കിക്കൊണ്ട് ഈ ഓട ക്ലീൻ ചെയ്യുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്, ഇത് അച്ഛന്മാരുടെ പണിയാണോ? അത് പഞ്ചായത്തോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ചെയ്യേണ്ട പണിയല്ലേ? ഇപ്പം കാർഷിക പ്രസ്ഥാനത്തിനൊക്കെ ഒത്തിരി പേര് അച്ഛനെ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഏതോ 2-3 സ്ഥലത്ത് തന്നെ ആൾക്കാർ വിളിച്ചത് സഖാവ് കൊഴുവനാൽ എന്നാണ്. അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായെന്നാണ്, അല്ലേ അവരെ അതുകൊണ്ടാണ് ഇതിനകത്ത് സമരത്തിന് പോകുന്നില്ലേ എന്ന് പറഞ്ഞത്. അതുപോലെ മിക്കവാറും എല്ലാ പ്രവർത്തനത്തിലും ഇങ്ങനെ ഒരു പലരും പറയുമ്പോൾ ഇത് അച്ഛന്മാർ ചെയ്യേണ്ട പണിയല്ലല്ലോ, അച്ഛന്മാർ പള്ളിയിൽ പ്രസംഗിക്കുക, ഉപദേശം കൊടുക്കുക, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്, ഇത് അച്ഛന്മാരുടെ പണിയാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പം പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. എനിക്കും തോന്നും, ഒരു കണക്കിന് ഞാൻ പള്ളിയിലെ കാര്യങ്ങൾ ചെയ്താൽ പോലെ ഇത് ഇവിടെ അവിടെ ഇതാ ധർണ, ഇവിടെ സമരം, ഇതാ റാലി എന്നൊക്കെ പറഞ്ഞത് എൻ്റേതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, സംശയമുണ്ടായിരുന്നു. എനിക്ക് അംഗീകാരം കിട്ടിയതോടെ അതുകൊണ്ട് വന്നിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നതും ഇത് തരുന്ന അവസരത്തിൽ റിമീജിയസ് പിതാവ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞതും അജപാലന എന്ന് പറഞ്ഞാൽ ഒരു വൈദികൻ്റേതായ ജോലികൾക്ക് പുറമേ അതിനൊരു ഏൽപ്പിക്കപ്പെടുന്ന വീഴ്ചയൊന്നും വരുത്താതെ, അല്ലെ പള്ളി വന്ന് അധികാരം ഏറ്റേച്ചിട്ട് കറങ്ങി നടന്നാലോ അവിടെ സമരം ഇവിടെ സമരം തവളപ്പെടുത്തുമെന്ന് പറഞ്ഞ് പറ്റിയല്ലോ. അതുകൊണ്ട് അതിനൊന്നും വീഴ്ച വരുത്താതെ കാർഷിക രംഗത്തും സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാക്കിയ അച്ഛൻ്റെ സേവനങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കുള്ളത് ഒരു കാര്യം ബോധ്യമായി, ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ വഴിയിലാണ് ചെയ്തു പോകുന്നതും ചെയ്യുന്നതും സഭാപരമായ കാര്യങ്ങളാണ്. ഒരു വൈദികനൊത്ത പ്രവർത്തനമാണ്, യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടിയാണ് ഞാൻ പോകുന്നത് എന്നത് അപ്രൂവൽ എനിക്ക് കിട്ടിയത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പോകാം, എവിടെയും പോകാം. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതും കൂടെ കണക്കാക്കിയാണ്. മാർപ്പാപ്പ വരെ അത് അംഗീകരിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്യുമെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. ആ ഒരു രീതിയിൽ ആ ചോദ്യം നല്ലതായിരുന്നു. എനിക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് എനിക്കാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ട് സന്തോഷമുണ്ട്. ധൈര്യമായിട്ട് ഞാൻ മോണിച്ചറാന്ന് പറയാം. അല്ല എന്നാ ചോദിച്ചാൽ ഓരോ അംഗീകാരങ്ങളും ഒരു തൂവലിനപ്പുറത്തേക്ക് കടന്ന് ഒരു ഉത്തരവാദിത്തമാണ്. തീർച്ചയായും. അപ്പം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സഭ അച്ഛനെ ഫരമേൽപ്പിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ചാപ്ലൈൻ ഓഫ് ദി പോപ്പ് എന്ന് പറയുന്ന ഈ മോൺസിഞ്ഞോർ പദവി. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ ഇരുന്നുകൊണ്ട് വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ, പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവവിളി ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ വരും തലമുറകൾക്ക് അച്ഛന് കൊടുക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി അച്ഛന് നിർദ്ദേശിക്കാമോ? അവർക്ക് വേണ്ടി അച്ഛനൊന്ന് ഷെയർ ചെയ്യാമോ? സന്ദേശം ഞാൻ ഈ പറഞ്ഞു വന്നത് തന്നെയാണല്ലോ, ഞാൻ ചെയ്തത് തന്നെയാണ് എൻ്റെ സന്ദേശം. ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഒരു പരിമിതമായ വിധത്തിൽ, എല്ലാം നമ്മൾ തികഞ്ഞ ആളല്ല, എല്ലാം നല്ല കാര്യം മാത്രം ചെയ്ത നമ്മുടെ പരിമിതികളും പോരായ്മകളും ഒക്കെ അതിൻ്റെ മധ്യത്തിലും നമ്മൾ ഒരുപാട്, നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരുപാട് നന്മയുടെ കഥകളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മളെന്താ നമ്മൾ ഇതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ, പറ്റിയില്ല, സാധിക്കില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ എപ്പോഴും സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും നമ്മൾക്ക് ആത്മാർത്ഥം ഉണ്ടായിരിക്കുകയും ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കണക്കുകൂട്ടുകളെയും അതിക്രമിച്ച് അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ദൈവം ഉപകരണമാക്കുന്ന, നമ്മൾ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ നല്ലത്. ഞാൻ ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം എന്നെ ഉപകരണമാക്കി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ഇപ്പോൾ വന്നു പോയാൽ തന്നെ എൻ്റെ ഒന്ന് വരുന്ന അപാകതയാണ്. വാസ്തവത്തിൽ മുന്നോട്ട് പോകുന്തോറും പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റിയതാണോ, അല്ല ഇതേത് വഴി ആരും എന്നെ നയിച്ചു എന്ന് തോന്നും. അതുകൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ആശങ്ക കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മനുഷ്യരെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക, അതിന് സന്നദ്ധരാകുക. ഈ ജീവിതത്തിന് അതിൽ കൂടെ മാത്രമേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. Where is wisdom? Wisdom lost in education
വേർ ഇസ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ലോസ്റ്റ് ഇൻ നോളജ്, വേർ ഇസ് നോളജ്, നോളജ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാ ഇൻഫർമേഷനും അറിവുകളാക്കി മാറ്റി, അറിവുകളെ വിദ്യാഭ്യാസമാക്കി മാറ്റിയും മറ്റുള്ളവരെ കൊണ്ട് മാറ്റിപ്പിച്ചും അതിനെ ഏറ്റവും വലിയ ദാനമായ ദൈവത്തിൻ്റെ വിശുദ്ധമാക്കി രൂപാന്തരപ്പെടുത്തി സമൂഹത്തിൽ വ്യാപരിക്കുവാനും കർമ്മനിരതനാകുവാനുമുള്ള ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ആൻ്റണി കുഴുനാലച്ചൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പച്ചയായ വിധത്തിൽ സാധാരണക്കാർക്ക് പ്രചോദനകരമായ വിധത്തിൽ പങ്കുവെച്ച് തന്നതിന് ശാലോം പ്രേക്ഷകരുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു.